നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സർക്കാർ സ്ഥാപനങ്ങളിലെയും സർവകലാശാലകളിലെയും താൽക്കാലിക ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന മുറയ്ക്ക് സ്ഥിരപ്പെടുത്താൻ നീക്കം. ലൈബ്രറി കൗൺസിലിലെ നിയമനം 1 മാസം മുമ്പ് ശരിവെച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിൻ്റെ മറവിലാണ് ഈ നീക്കം. പിൻവാതിലിലൂടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റുക, തുടർന്ന് അവരെ സ്ഥിരപ്പെടുത്തുക എന്നതാണ് സർക്കാർ നയമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. CPO റാങ്ക് ഹോൾഡർ ഹരികൃഷ്ണൻ, BJP വക്താവ് യുവരാജ് ഗോകുൽ, ഇടത് സഹയാത്രികൻ ഡോക്ടർ B. ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ഡോക്ടർ ജയരാജിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഡോക്ടർ ജയരാജ്, ഇങ്ങനെയൊരു നീക്കം നടക്കുന്നുണ്ടോ? ഇതുവരെ എന്തായാലും നടന്നിട്ടില്ല. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കുമെന്നുള്ളത് നമ്മുടെ ഒരു കണക്കുകൂട്ടലാണ്. പക്ഷേ അഥവാ അങ്ങനെ നടന്നാൽ തന്നെ 2006 മുതലുള്ള, അതായത് 2006 അതിനുശേഷം എത്ര സർക്കാരുകൾ മാറി മാറി വന്നു. 2006 മുതൽ ഏതാണ്ട് 10-18 വർഷം ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളുകളെയാണ് സ്ഥിരപ്പെടുത്താനായിട്ടുള്ള നീക്കം. ഇതൊന്നും PSCയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളല്ല. ഉദാഹരണത്തിന് സാക്ഷരതാ മിഷൻ, ലൈബ്രറി കൗൺസിൽ, ഇതൊന്നും PSCയുടെ നിയമനങ്ങൾക്കുള്ളതല്ല. അതിൻ്റെ ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ എന്തോ റാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 18 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് ഇവരൊക്കെ എവിടെ പോകും? പല ആളുകളും ഇപ്പം ഇതിനിടയ്ക്ക് നടത്തിയൊരു നിയമനം എന്ന് പറയുന്നത് ഒരാളുടെ വിധവയ്ക്ക് ഒരു ജോലി കൊടുത്തു എന്നുള്ളതാണ് ആദ്യമായിട്ട് നടത്തിയൊരു നിയമനം. അതാണ് ശരിക്കും നമ്മൾ നിയമനം എന്ന് എടുത്ത് പറയാനായിട്ട്. അല്ലാതെ ഈ ആയിരക്കണക്കിന് ആളുകളെ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ 2006 തൊട്ട് ആരാണ് സ്വന്തക്കാർ? ഇവിടെ കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്. അത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ, പിന്നെ പല സ്ഥാപനങ്ങളും ഇപ്പോൾ CDT പോലുള്ള സർക്കാർ മാറി വരുമ്പോൾ അവരവരുടെ ആളുകളെയാണല്ലോ കയറ്റുന്നത്. അതാണല്ലോ ഇവിടുത്തെ രീതി. അല്ല, അന്ന് തൊട്ടേ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ മാത്രമാണ്. അതായത് ഇടത് വലത് സർക്കാരുകളിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അല്ലാതെ ഇടതുപക്ഷക്കാരെ മാത്രം സെലക്ട് ചെയ്ത് ജോലി കയറ്റി എന്നുള്ളതല്ല. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട്, അങ്ങനെയാണെങ്കിൽ ഇവരെ പിരിച്ചു വിട്ടിട്ട് ആ സമയത്ത് പുതിയ ആളുകളെ എടുത്തിരുന്നെങ്കിൽ അവർ വേറെ ജോലി നോക്കി അന്ന് പോയേനായിരുന്നു. പക്ഷേ ഇവരൊരു പ്രതീക്ഷയുടെ പുറത്താണ് ഇത്രയും വർഷം ഒരു ജോലിക്ക് വേണ്ടി, അല്ല നമ്മൾ തിരുവനന്തപുരത്തുകാർ പറയുന്ന കണക്കല്ല, ശ്രീ പത്മനാഭൻ്റെ 4 ചക്രം വാങ്ങാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പല ആളുകളും ഇതിനകത്ത് ക്ലിങ് ഓൺ ചെയ്തത്. PSC ടെസ്റ്റുകൾ എഴുതിയാൽ ഒരു അഡ്വൈസ് മെമ്മോ വരണമെന്നുണ്ടെങ്കിൽ തന്നെ 7 വർഷം എടുക്കും. അത് അഡ്വൈസ് മെമ്മോ വന്നാൽ തന്നെ അതിൻ്റെ നിയമനം നടത്താനായിട്ട് അതിൻ്റെ നൂലാമാലകൾ, പിന്നീട് ഒരു നിയമനം നടത്തിയാൽ തന്നെ അതിൻ്റെ പിന്നിൽ വരുന്ന കേസുകൾ, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ചിലത് ക്യാൻസൽ ചെയ്യും, ചില ടെസ്റ്റുകൾ ക്യാൻസൽ ചെയ്യും. എനിക്ക് തന്നെ കിട്ടിയ PSC ടെസ്റ്റുകൾ 2-3 ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്, മാറിയ സർക്കാരുകളുടെ കാലത്താണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇപ്പോഴും ആളുകൾ സർക്കാർ ഒരു പ്രൊവൈഡറാണ് എന്ന് കരുതുന്ന ബഹുഭൂരിപക്ഷം ആളുകളാണ് നമ്മുടെ മലയാളി സമൂഹം എന്ന് പറയുന്നത്. കാര്യം അവർക്ക് ഫ്രീഡം ആവശ്യമില്ല, അവർക്ക് സെക്യൂരിറ്റിയാണ് ആവശ്യം. ബഹുഭൂരിപക്ഷം മാറി, ഇപ്പോൾ പുതിയ തലമുറയ്ക്കൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീഡവും സെക്യൂരിറ്റിയും രണ്ടും കൂടെ ഒരു സമയത്ത് വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. ഇഫ് യു ഓപ്റ്റ് ഫോർ സെക്യൂരിറ്റി യു ഡോണ്ട് ഹാവ് എനി ഫ്രീഡം അറ്റ് ഓൾ, ഓർ ഇഫ് യു ഓപ്റ്റ് ഫോർ ഫ്രീഡം യു വിൽ നോട്ട് ഹാവ് എനി സെക്യൂരിറ്റി അറ്റ് ഓൾ. അതാണ് ജോബ് മാർക്കറ്റിൻ്റെ ഒരു പുതുമയുള്ള ഘടന. പക്ഷേ ഇങ്ങനെ ഇത്രയും വർഷം ജോലി ചെയ്യുന്ന ഒരാളുകൾ അത് ആശ്രിത നിയമനത്തിൻ്റെ പരിധിയിൽ എങ്ങനെ പെടുമെന്ന് എനിക്ക് എങ്ങനെ ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കിയാൽ തന്നെ അതൊരു നിയമനം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവങ്ങളുടെ ഉള്ള പ്രതീക്ഷയും കൂടെ തല്ലിക്കിടുന്നത്. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് നിഷേധിക്കാൻ പറ്റുമോ? ഈ പിൻവാതിൽ നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നൊരു പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, അതല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള ആളുകളാണ്. അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആളുകൾ ഭയങ്കര ഇതായിട്ട് 1500 രൂപയാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത്. ഈ 1500 രൂപയുടെ കണക്കാണ്. അതിനേക്കാളും കൂടുതൽ ഇവിടെ നമ്മൾ അല്ലാതെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ 1500 രൂപയാണ് ഇവരെല്ലാം പെൻഷന് വേണ്ടി ഇത്രയധികം അതായത് ഒരു നല്ലൊരു പ്രായം മുഴുവൻ ഈ പാർട്ടിക്കൊക്കെ വേണ്ടി നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകളായിരിക്കും. അത് ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിലും BJPയുടെ ആണ്. BJP ഇവിടെ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണ് അവരെ ഒന്ന് കൈ പിടിച്ച് കയറ്റാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരുമാതിരി അനുഭവങ്ങൾ പാളിച്ചകളുള്ള സിനിമയിലെ പോലെ ആയിപ്പോകത്തില്ല. അവൻ്റെ കുടുംബം നോക്കാതെ നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ചവനെ ഒരിക്കലും
അവനൊന്നുമില്ലാതെ നശിച്ചു പോകുന്ന ഒരു തലമുറ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുമ്പ്. അങ്ങനെയില്ല, അവർക്കൊരു ചെറിയൊരു സംരക്ഷണം കൊടുക്കേണ്ടുന്നൊരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പിൻവാതിൽ നിയമനമെന്നോ ഇഷ്ടക്കാരെ തിരികെ കയറ്റുക എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ, അത് നമ്മളതിനെ നോക്കിക്കാണുന്ന ഒന്ന് മാനുഷിക രീതിയിൽ നോക്കിക്കാണാം, അതിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാട് നോക്കിക്കാണാം. ഞാനൊരു മാനുഷിക പരിഗണനയിലൂടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. ശിവരാജ്, എന്തായാലും ഡോക്ടർ ജയരാജ് ഒരു കാര്യം സംബന്ധിച്ചിട്ടുണ്ട്, പിൻവാതിൽ നിയമനം നടക്കുന്നുണ്ട്, മാനുഷിക പരിഗണന വെച്ച് രാഷ്ട്രീയ പരിഗണന വെച്ച് നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. സാധാരണ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ അത് അങ്ങനെ ഒരു കാരണവശാലും അത് അംഗീകരിക്കാറില്ല. യെസ്, നല്ല കാര്യം. യുവരാജ്, അങ്ങനെയാണെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട്. 62 ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം നടത്തിയ CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുന്നിലാണ് ഇത്തരത്തിലുള്ള ചില പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം, സുപ്രീം കോടതിയുടെ തന്നെ വിധിയുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുത് എന്നൊരു വിധിയുണ്ട്. പക്ഷേ ലൈബ്രറി കൗൺസിലിലെ ചില ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയ ആ തീരുമാനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിരിക്കുന്നു. അതിൻ്റെ മറവിലാണ് ഇപ്പോൾ ഈ സർക്കാർ സ്ഥാപനങ്ങൾ, നേരത്തെ അദ്ദേഹം പറഞ്ഞു അത് ഇതൊന്നും സർക്കാർ സ്ഥാപനങ്ങളായിട്ട് കണക്കിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എങ്കിലും 1000-ഓളം ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പോകുന്നു. ഇത് കഴിഞ്ഞതും ഇത് കഴിഞ്ഞതും അത് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആവശ്യമുണ്ടോ? ശ്രീ അനിൽ നമ്പ്യാർ, അതിനകത്ത് ഒന്ന് ശ്രീ ഡോക്ടർ ജയരാജ് വളരെ ബുദ്ധിപരമായിട്ടാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്താണ്, ഈ പിൻവാതിൽ നിയമനം നടക്കുന്നെങ്കിൽ തന്നെയും അത് നടക്കുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്താണ് ഞാനൊരു പത്രവാർത്ത വായിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താണ്, 1 ലക്ഷത്തിലധികം, അതാണ് 1.5 ലക്ഷത്തോളമാണെന്ന് തോന്നുന്നു, താൽക്കാലിക ജീവനക്കാരെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സ്ഥിരപ്പെടുത്തിയെന്നുള്ളതായിരുന്നു ആ ഒരു വാർത്ത. അപ്പോൾ ഞാനതൊന്ന് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഏതാണ്ട് 1,62,000 മറ്റോ ആയിരുന്നു നമ്പർ പറഞ്ഞിരുന്നത്. അതൊരു × 5 എടുത്താൽ പോലും 8 ലക്ഷത്തോളം വരും. അപ്പോൾ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഏതാണ്ട് 5% വരുന്നുണ്ട് അത്തരത്തിലുള്ള നിയമനങ്ങൾ. ഈ പറയുന്ന നമ്പർ × 5 ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു 5 പേരെ, അതായത് വീട്ടിൽ സ്വന്തം കുടുംബം ഉൾപ്പെടെയുള്ള 5 പേരെ സ്വാധീനിച്ചാൽ പോലും ഒരു 8 ലക്ഷത്തോളം ആൾക്കാർ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ LDF UDF തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് എടുത്ത് നോക്കിയാലും 5% ആണുള്ളത്. അപ്പോൾ ആ 5% കൊണ്ടാണ് ജയിച്ചത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ഇടതുപക്ഷം എപ്പോഴും അവരുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇടതുപക്ഷം എപ്പോഴും അങ്ങനെയാണ് കൈകാര്യം ചെയ്യുക. അവർ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചറിലൂടെ മുമ്പോട്ട് പോയി ഒരു ബൂത്തിനകത്ത് എത്ര പേരെയാണ് നമുക്ക് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിനകത്ത് എത്ര പേരെയാണ് സ്വാധീനിക്കേണ്ടത്. ഇപ്പോൾ ഈ CPO റാങ്ക് ലിസ്റ്റ് പോലും ഞാനൊരു അപവാദം കേട്ടായിരുന്നു. അവസാന നിമിഷത്തിൽ കണ്ണൂർ ബറ്റാലിയനിൽ മാത്രം എന്തോ വരുന്ന തലത്തിലേക്ക് ഒരു 312 പേരുടെ നിയമനം അവസാന നിമിഷത്തിൽ എഗ്രി ചെയ്ത് കൊടുത്തു എന്നുള്ളതിൽ. ഇപ്പോൾ CPOക്കാർ എത്രയോ കാലങ്ങളായിട്ട് സമരം ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കണ്ണൂരിന് മാത്രം, കണ്ണൂരിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാൻ അർഹതയുണ്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് രാഷ്ട്രീയപരമായ ചില മാനങ്ങൾ അതിലൊക്കെ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തങ്ങൾക്ക് എവിടെയാണ് രാഷ്ട്രീയമായിട്ട് പ്രയോജനം ചെയ്യുന്നത്, ഈ വരുന്ന ആൾക്കാരിൽ എവിടെയാണ് ഇടതുപക്ഷക്കാർ കൂടുതൽ വരുന്നത്, വളരെ കൃത്യമായിട്ട് അത്തരത്തിലുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള അപവാദങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പും കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാത്രം കോർപ്പറേഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് താൽക്കാലിക നിയമനങ്ങൾ ഇതുപോലെ നൽകുക എന്നുള്ളത്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ വളരെ കൃത്യമായിട്ടും ഇടതുപക്ഷം അവരുടെ രാഷ്ട്രീയമായ പൊളിറ്റിക്കലായിട്ടുള്ള വിക്ടറിക്ക് വേണ്ടിയിട്ട് ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ നോക്കുമ്പോൾ ഈ 2021 അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു മീഡിയയിലെ അവർ പരസ്പരമുള്ളൊരു ചർച്ചയിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്. വളരെ പ്രമുഖരായ 2 ജേർണലിസ്റ്റുകൾ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. 2009 മുമ്പാണ് ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുന്നത്. 2009 ഡീലിമിറ്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് ഒരിക്കലും എഡ്ജ് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പോലും
പരാപരം 71 സീറ്റ് എന്തോ മാറ്റം മാത്രം കിട്ടണത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീലിമിറ്റേഷനിൽ ഈ മണ്ഡലങ്ങൾ തിരിക്കുന്നതിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് ചെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരോടൊപ്പം ഇരുന്നിട്ട് അതിനെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് പെരുമാറിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ പറയുന്ന ഇടതുപക്ഷ അനുഭാവം പുലർത്തി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ CPM കാര്യമായ എഡ്ജ് നൽകുന്നുണ്ട്. ഏതാണ്ട് 50-60 സീറ്റുകളിൽ എന്ത് ചെയ്തിരുന്നാലും ഇപ്പോൾ നമുക്കറിയാം ഇരിക്കൂർ പോലെയൊക്കെയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റുകളായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന 1-2 പഞ്ചായത്തുകളെ എടുത്തിട്ട് അപ്പുറത്ത് CPM ശക്തി കേന്ദ്രത്തിലേക്ക് ഇടുകയും CPM-ൻ്റെതായ 1-2 ബൂത്ത് മണ്ഡലങ്ങൾ പഞ്ചായത്തുകൾ ഇപ്പുറത്തേക്ക് വരികയും ചെയ്തതോടുകൂടി അവിടെ കോൺഗ്രസ് ഇപ്പോൾ 2000, 1500 എന്നൊക്കെ പറഞ്ഞ് മുക്കിമൂളിയാണ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CPM സാധിക്കുന്നുണ്ട്. അപ്പോൾ മെറിറ്റിൽ മാത്രം ആൾക്കാർ അകത്തേക്ക് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും CPM സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഈ പറയുന്ന സർക്കാർ മിഷനറികളെ അവരുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിപൂർണമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ ഭാഗികമായി പോലും ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതിനകത്ത് സ്വാഭാവികമായിട്ടും വിസിൽ ബ്ലോയേഴ്സ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് കുറേ ആൾക്കാരെ കൃത്യമായിട്ട് ഇപ്പോൾ പോലീസിലാവട്ടെ ഇത്ര പേര്, അല്ല മറ്റൊരു സംവിധാനത്തിലാകട്ടെ ഇത്ര പേര്, ഈ തലത്തിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ നഗരസഭയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ തൂപ്പ് ജോലി മുതൽ അവിടെ ഇരിക്കുന്ന ഏറ്റവും ഹയർ ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റിനകത്തായിരുന്നാലും ശരി, പോലീസിനകത്തായിരുന്നാലും ശരി, ഫയർഫോഴ്സിനകത്തായിരുന്നാലും ശരി, വില്ലേജ് ഓഫീസിലായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും കൃത്യമായിട്ട് അത്തരം പ്ലേസിങ്ങുകൾ നടത്തുന്നതിനകത്ത് CPM എല്ലാ കാലഘട്ടത്തിലും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ആ ജാഗ്രത പുലർത്തുവാൻ അവർക്ക് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള നിയമനങ്ങളെ പലതിനെയും എടുത്ത് ഇതാക്കുന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ പൊതുമേഖലയെ കുറിച്ചിട്ട് ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പൊതുമേഖല സ്ഥാപനങ്ങളെ പകരം ഇവിടെ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്നു എന്നുള്ള തലത്തിൽ. നോക്കൂ, ഈ പൊതുമേഖലാ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനം നിലനിർത്താൻ വേണ്ടി പബ്ലിക്ക് ടാക്സ് കൊടുക്കേണ്ടെന്ന് ടാക്സ് മണി എടുക്കേണ്ട സാഹചര്യമുണ്ടോ? ഒരു പ്രൈവറ്റ് കമ്പനി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ ടാക്സ് എടുത്തിട്ട് ആ പ്രൈവറ്റ് കമ്പനി നിലനിർത്തുക എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്നിടത്ത് അവരുടെ ഉള്ളവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ടാക്സ് മണി എടുത്ത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ആ കെടുകാര്യസ്ഥതകൾ പലതും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള നിയമനങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടും ഇത്തരത്തിൽ പിൻവാതിൽ വഴി കയറുന്ന ആൾക്കാരെ കാലങ്ങളിൽ അവിടെ സ്ഥിരമാക്കി കൊടുക്കുന്നത് കൊണ്ടുമൊക്കെയാണ്. ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചൊരു പോയിന്റ് വളരെ റിലവൻ്റ് ആണ്. 2006 മുതലുള്ളവരാണ്, 18 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരാണ്, അവരെന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വളരെ റിലവൻ്റ് ആണ്. ആ റിലവൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവരോട് നമുക്ക് അനുഭവപൂർണ്ണമായിട്ട് ചിലപ്പോൾ നിലപാടെടുക്കേണ്ടി വരികയും ചെയ്യും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് കാലങ്ങളായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിന് പുറകിൽ കൃത്യമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. അത് ഇടതിൻ്റെ ഒരു കുതന്ത്രപരമായ രാഷ്ട്രീയമാണ്. ഹരികൃഷ്ണൻ, 62 ദിവസമാണ് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലെ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട താങ്കൾ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞും ശയനപ്രദക്ഷിണം ചെയ്തും സമരം നടത്തിയത്. ഇപ്പോൾ 2006 മുതൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തിയത് മാനുഷിക പരിഗണനയുടെയും അതുപോലെ രാഷ്ട്രീയ പരിഗണനയുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ മാനുഷിക പരിഗണന നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായില്ല, അത് ശരിയാണോ? സത്യം പറഞ്ഞാൽ നമ്മുടെ CPM-ന്റെ പ്രതിനിധി പറയുന്നതായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ട് എന്തോ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളുടെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേറൊരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അതായത് ബിവറേജ് കോർപ്പറേഷനിൽ ഏകദേശം 10,000-ഓളം ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനു മുന്നേയും ഈ സർക്കാർ ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 10,000 പേരെ സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ബിവറേജ് LD എന്ന് പറയുന്ന തസ്തികയ്ക്ക് ലൈവായിട്ടൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത്. ആ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 1000-ലധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പം 2006 തൊട്ടുള്ള മാനുഷിക പരിഗണന വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം സർക്കാർ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ കിടന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളും ഇതിന് പാരലായിട്ട് മറുവശത്തുണ്ട്. അവരുടെ കാര്യം ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമുക്കുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 12-നാണ്. ഏപ്രിൽ 13, 2023, അതായത് റാങ്ക് ലിസ്റ്റ് വരുന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നമ്മൾ ഇവിടുത്തെ ഭരണശിലാ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും എല്ലാം നമ്മൾ കാണാൻ പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾ എന്തോ ഒരു നികൃഷ്ട ജീവികൾ എന്നുള്ള രീതിയിലാണ് ഇവരെ നമ്മളെ ചിത്രീകരിക്കുന്നത്.
അതായത് നമ്മുടെ ഗതികേട് കൊണ്ടാണ് നമ്മൾ ഇവരുടെ അടുത്തോട്ട് പോകുന്നത്. അതായത് പ്രോപ്പറായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു തീരുമാനങ്ങളും അവർ പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിർബന്ധിതരാകുകയാണ്. അല്ല, എനിക്ക് തോന്നുന്നു കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ യഥാർത്ഥത്തിൽ ഈ PSC വിളിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രാഷ്ട്രീയക്കാരെ പോയി കണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡെയിലി AKG സെന്ററിൽ പോകുന്നു, DYFIയിലുള്ള യൂത്ത് സെന്ററിൽ പോകുന്നു, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ പോകുന്നു, CMന്റെ ഓഫീസിൽ പോകുന്നു. ഇവിടുന്നെല്ലാം നമുക്ക് വളരെയധികം മോശപ്പെട്ട ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ട് നമ്മുടെ വേക്കൻസികൾ റിപ്പോർട്ട് ആവുന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പം ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നൊരു കാര്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം എന്തോ 58,000 കോടി രൂപ തരാനുണ്ട്, നിങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് പോവാ, എല്ലാവരും നമ്മളങ്ങ് നിയമിക്കാം എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു സംസാരം വരുന്നത്. ഈ പാവപ്പെട്ട PSC ഉദ്യോഗാർത്ഥികളാണോ 58,000 കോടി രൂപ വാങ്ങിച്ചു തരേണ്ടുന്നത്? അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു വളരെ മോശപ്പെട്ട സമീപനമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പം DYFI എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. DYFI സംഘടന എന്ന് പറയുന്നത് കേരളത്തിലുള്ള യുവജനങ്ങളുടെ ക്ഷേമവും കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സംഘടനയാണ് DYFI. DYFIയുടെ ഓഫീസിൽ നമ്മൾ പോവുകയുണ്ടായി. DYFIയുടെ ഓഫീസിൽ നമ്മളൊരു പുച്ഛ മനോഭാവത്തോടു കൂടിയാണ് അവർ നമ്മളെ നോക്കി കാണുന്നത്. ഇപ്പൊ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, ഇപ്പം പൊന്നാനിയിൽ മത്സരിക്കാൻ നിൽക്കുന്ന V. വസീഫ്. അദ്ദേഹം നമ്മളടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുവാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഡെയിലി ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നമ്മൾ വേണമെങ്കിൽ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ പണി തരാമെന്ന്. അപ്പം നമുക്ക് സെക്യൂരിറ്റിയുടെ പണി നമ്മൾ മോശപ്പെട്ടൊരു പണിയായിട്ട് നമ്മൾ കരുതുന്നില്ല. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചൊരു റാങ്ക് ലിസ്റ്റിൽ വന്നതും നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായതും എല്ലാം പോലീസ് ആവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ ഈ 62 ദിവസം സമരം ചെയ്തിട്ട് പോലും സർക്കാർ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായില്ല. ഈ 62 ദിവസം കേരളത്തിലെ യുവജനങ്ങൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ ഈ ചൂടും പൊടിയും കൊണ്ട് കിടന്നിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോ എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നൊന്ന് ചോദിക്കാനുള്ള ഒരു മനസ്ഥിതി പോലും അവർ കാണിച്ചില്ല എന്നുള്ളത് വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ CPMന്റെ പ്രതിനിധി പറഞ്ഞു, സർക്കാർ സ്ഥാപനങ്ങളിലോട്ടല്ലല്ലോ ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് എന്നുള്ളത്. നമ്മൾ സർക്കാർ സ്ഥാപനത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PSC പരീക്ഷ എഴുതിയത്. നമുക്ക് എന്ത് പരിഗണനയാണ് നിങ്ങൾ തന്നത്? അതാണ് എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാനുള്ളത്. ഇത്രയും നാൾ നമ്മൾ കിടന്ന് 60 ദിവസത്തോളം നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഇത്രയും കിടന്ന് നമ്മൾ സമരം ചെയ്തിട്ട് പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്? എനിക്ക് ആ ഒരു ചോദ്യമാണ് ചോദിക്കേണ്ടത്. അത് മാത്രമല്ല, DYFIയുടെ ഒരു പ്രതിനിധി നമ്മളുമായിട്ടൊരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ നമ്മുടെ മുഖത്ത് നോക്കാൻ ഇത്രയും മടിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരൊരു ചങ്കുറപ്പ് കാണിക്കാത്തത് നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്? അവർക്ക് പറയാൻ ഉത്തരമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാള് അവർ നമ്മളെ ഇട്ട് പന്ത് തട്ടിയതിന്റെ ആ ഒരു ഇത് നമ്മൾ ചോദ്യം ചെയ്യുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ നമ്മുടെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് പോലും വരാത്തത്. ഡോക്ടർ ജയരാജ്, വളരെ ഡയറക്റ്റായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അഭ്യസ്ത വിദ്യരാണ്, ക്വാളിഫൈഡ് ആണ്, പക്ഷേ എന്നിട്ടും ഇവർ അപമാനിക്കപ്പെടുന്നു, അധിക്ഷേപിക്കപ്പെടുന്നു, അവരെ ആട്ടി ഓടിക്കുന്നു. ആ ഒരു സമീപനം കാണിച്ചത് ശരിയാണോ? ഒരു ഭാഗത്ത് പിൻവാതിലിലൂടെ ഇങ്ങനെ നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇവരെ തഴയുന്നു. ആ ഒരു സമീപനം അത് സർക്കാർ തിരുത്തേണ്ടതല്ലേ? ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള ആ ഒരു സന്മനസ് പോലും കാണിച്ചില്ല. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം പോലും ഉണ്ടായില്ല. അതിലുള്ള ഒരു പരാതി കൂടിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു വളരെയധികം വിഷമകരമായ ഒരു സംഭവമാണ്. ചെറുപ്പക്കാർ ഇത്രയും പേര് പരീക്ഷ എഴുതിയിട്ട് കിട്ടാതിരിക്കുന്ന എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഇവർ ചെയ്തിട്ടുള്ള രീതികൾ, ഡോക്ടർ ജയരാജ്, ഒരു കാര്യം കൂടെ, വേക്കൻസി ഉണ്ട്, ഒഴിവുകളുണ്ട് ഇവിടെ. അതല്ല, ഇവർക്ക് അതിൻ്റെ ലീഗൽ സൈഡ് അറിയാമെങ്കിൽ അവരെന്തുകൊണ്ടൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനോ അല്ലെങ്കിൽ ഒരു റൈറ്റ് ടു ഇൻഫർമേഷനോ കൊടുത്തിട്ട് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തല്ലേ പറ്റൂ. എന്തിനാണ് അവർ DYFIയുടെ ഓഫീസിൽ പോകുന്നത്? എന്തിനാണ് അവർ AKG സെൻറ്ററിൽ പോകുന്നത്? എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യുവജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനം അവസാനത്തെ ഒരു ആശ്രയം എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ അവർ പോയത്. ഇതിനകത്ത് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഓവർറൈഡ് ചെയ്തിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും നമുക്ക് നിയമനം കിട്ടിയില്ല. നേരത്തെ CPMന്റെ പ്രതിനിധി അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് DYFIയുടെ ഓഫീസിൽ പോകുന്നത്, എന്തിനാണ് AKG സെന്ററിൽ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മറുപടി പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് RTA രേഖകൾ പ്രകാരം നമുക്ക് വേക്കൻസികൾ ഉണ്ടെന്ന് നമുക്ക് ധാരാളമായിട്ട് RTA വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരങ്ങളെല്ലാം നമ്മൾ CMന്റെ ഓഫീസിൽ കൊണ്ട് ഹാജരാക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ വിവരാവകാശ രേഖകളൊക്കെ നമ്മൾ ഇവിടുന്ന് തരുന്നതല്ലേ, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, നമുക്കുള്ള വേക്കൻസി മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വിവരാവകാശ രേഖകളെ വരെ പുച്ഛിക്കുന്ന മനോഭാവമാണ്. അത് നമ്മുടെ CMന്റെ ഓഫീസിൽ പോകുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ അടുത്താണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിവരാവകാശ രേഖകളൊന്നും കാണണ്ട, ഞാൻ ഇതിലും വലിയ ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ, നിങ്ങൾക്ക് തരാനുള്ള വേക്കൻസികളെല്ലാം നികത്തപ്പെടും എന്നാണ് പറയുന്നത്. ഇപ്പോഴും നമുക്ക് 500-ലധികം ഓരോ ബറ്റാലിയനിലും 500-ലധികം വേക്കൻസികൾ നികത്തപ്പെടാനുണ്ട് എന്നുള്ള വ്യക്തമായ പ്രൂഫ് കാണിക്കുമ്പോൾ പോലും ഉദ്യോഗസ്ഥരും
ഈ രാഷ്ട്രീയക്കാരനും ഭരണശിലാ കേന്ദ്രങ്ങളിൽ നിന്നും അവർ നമ്മളെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അവർ വിപരീതമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അന്നേരമാണ് നമ്മൾ യുവജന സംഘടനകളെ സമീപിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അവർക്ക് അതിനൊന്നും പറ്റുന്നില്ല. അതായത് ഡിവൈഎഫ്ഐയിലുള്ള പ്രവർത്തകർക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല, പിന്നല്ലേ പാവപ്പെട്ട PSC ഉദ്യോഗാർത്ഥികൾക്ക്. അതാണ് ഇവിടുത്തെ സമീപനം. നമ്മൾ നിർബന്ധിതരായതാണ്, ഇവരെല്ലാം പോയി കാണാൻ വേണ്ടി നിർബന്ധിതരായതാണ്. അല്ലാതെ നമുക്ക് ഈ എന്തിനാണ് PSC ഉദ്യോഗാർത്ഥികൾ രാവിലെ എണീറ്റ് എന്തിനാണ് എല്ലാവരും ഓഫീസിൽ പോകുന്ന അല്ലെ ഡിവൈഎഫ്ഐ ഓഫീസിലും AKG സെന്ററിലൊക്കെ പോകാനുള്ള സാഹചര്യം നമ്മളെ അങ്ങനെ നിങ്ങളായിട്ട് തന്നെയാണ് കൊണ്ടെത്തിച്ചത്. അല്ലാതെ നോർമലായിട്ടുള്ള രീതിയിൽ വേക്കൻസികൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പോകേണ്ടുന്ന സാഹചര്യമില്ലായിരുന്നു. ഡോക്ടർ ജയരാജ്, വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ, ആ രേഖകൾ അവരുടെ പക്കലുണ്ട്. കൃത്യമായി എത്ര വേക്കൻസി ഉണ്ട്, ഒഴിവുകളുണ്ട് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവർ നിർബന്ധിക്കപ്പെടുന്നു. ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് നടക്കൂ? P. ശശിക്ക് പോലും പുച്ഛം. വിവരാവകാശ രേഖകൾ ആധികാരികതയുള്ള രേഖകളാണ്, പക്ഷേ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നൊരു സമീപനം എടുക്കുമ്പോൾ പക്ഷേ ഇതിനകത്ത് എന്ത് ചെയ്യും? എന്താണ് പോംവഴി? ഇന്നില്ലെന്നില്ല. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഹരീഷ്ണൻ പറഞ്ഞതിനകത്ത് ഇതിനകത്ത് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു രാഷ്ട്രീയക്കാരും അവരെ സഹായിച്ചില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത് DYFIക്കാർ സഹായിച്ചില്ല, യൂത്ത് കോൺഗ്രസ്സുകാർ സഹായിച്ചില്ല, അല്ലെങ്കിൽ BJPക്കാർ സഹായിച്ചില്ല. പക്ഷേ എത്രയോ തവണ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവർക്ക് വേണ്ടി ഐക്യദാർഢ്യത്തിന് അവിടെ സമരം ഇരുന്നിട്ടുണ്ട്. എത്രയോ തവണ BJPക്കാർ സപ്പോർട്ട് ചെയ്ത് അവിടെ സമരത്തിന് പോയിട്ടുണ്ട്. ഇതിനെല്ലാം കണ്ണടച്ച് ഇപ്പോൾ DYFIക്കാരൻ ശരി വേണ്ട, ചെയ്തില്ല, സഹായം ചെയ്തില്ല, ഇവരാരും ചെയ്തില്ല, ഇവരാരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് അത് അരാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് അതുകൊണ്ട് തന്നെ ഹരികൃഷ്ണൻ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പം രണ്ടുപേരെ ഡയറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തു. ഒന്ന് P. ശശിയുടെ പേരും വസീഫിൻ്റെ കാര്യവും. അതുകൊണ്ട് ഹരികൃഷ്ണൻ പറഞ്ഞത് ഞാനത് മുഖവിലേക്ക് പോലും എടുക്കുന്നില്ല. കാര്യം ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സമരം ചെയ്യുന്നതും അവിടെ ഇവർക്ക് വേണ്ടി ഐക്യദാർഢ്യത്തിന് വേണ്ടി ആളുകൾ പോയിരിക്കുന്നതും വളരെ രൂക്ഷമായ സമരങ്ങൾ നടത്തുന്നത്. ഇനിയും അവരെ മുതലെടുത്തതാണോ എന്നുള്ളതൊക്കെ വേറൊരു ചർച്ചയ്ക്ക് നമുക്ക് ഇടയാക്കാം. പക്ഷേ ഇവരെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, ആരും വന്നിട്ടില്ല എന്നൊക്കെ കാടടച്ച് വെടിവെക്കുന്നത് ശരിയായ നടപടിയുള്ള ഹരീഷ്ണൻ. അത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാൻ കണ്ടതാണ്. ഞാൻ DYFIയുടെ കാര്യം ഞാൻ പറയുന്നില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും, എല്ലാ യുവജന സംഘടനകളും നിങ്ങളുടെ സമരത്തിനോട് അനുഭാവപൂർവ്വം തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. ഡോക്ടർ ഒറ്റക്കാരെ, ഡോക്ടർ അത് ഉന്നയിച്ച സ്ഥിതിക്ക് ഹരികൃഷ്ണൻ അതിലൊരു വ്യക്തത വരുത്തിയാൽ നന്നായിരിക്കും. ഉറപ്പായിട്ട് ഞാൻ വ്യക്തത വരുത്താം. അതായത് ഒരു പ്രതിപക്ഷ ധർമ്മമാണ്. അതായത് ഇത്രയും യുവാക്കൾ ഒരു സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ഈ ഇത്രയും യുവാക്കൾ സമരം ചെയ്യുന്നത് എന്ന് ആവശ്യപ്പെട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മമാണ്. ഇപ്പൊ നിങ്ങളാണ് ഇവിടെ പ്രതിപക്ഷത്തിരുന്നതെന്നുണ്ടായത് നിങ്ങൾ മുൻപന്തി നിന്ന് നമുക്ക് ചിലപ്പോൾ ജോലി വാങ്ങിച്ചു തന്നേനായിരുന്നു. അതില്ല, നിങ്ങൾ ഒരിക്കലും പറയരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് DYFIയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് തെലങ്കാനയിൽ പോയി തൊഴിലില്ലായ്മയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ആരുടെ പേരെടുത്ത് വിമർശിക്കുന്നില്ല. അപ്പം DYFIയുടെ ഓഫീസിന്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ സമരം ചെയ്തത്. എന്തുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഒരു സമരപന്തൽ സന്ദർശിച്ചില്ല? എന്താണ് ആവശ്യമെന്ന് ചോദിച്ചില്ല? ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാര്യവും അല്ലാതെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ല എന്നടിക്കുകയും ചെയ്യുന്നത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതല്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യാനുള്ളൊരു സന്മനസ് കൂടി കാണിക്കണം. ആരും ഞങ്ങളെ നോക്കാനില്ല, ഒരു യുവജന വഴിയാധാരമാണ് എന്നൊക്കെ പറയുന്നത് ശരിയായ നടപടിയല്ല. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഇടതുപക്ഷം എന്ന് മാത്രമല്ല, വലതുപക്ഷം. ഇപ്പോൾ അത് പ്രതിപക്ഷ ധർമ്മമാണ്. ദാറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അവരെ സഹായിച്ചെന്നല്ല പറയുന്നത്. അത് അക്നോളജ് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ വേണ്ടേ? അത് അക്നോളജ് ചെയ്യാൻ ഇവരും മഴയത്തും വെയിലത്തും മറ്റേ ഇതെന്തോ വാട്ടർ ക്യാനൻ്റെ ഒക്കെ മുമ്പിൽ നിന്ന ആളുകളാണ്. അവരുടെ ധർമ്മം കൊണ്ടാണ് അവരത് ചെയ്യുന്നത്, അല്ലാതെ അവരെ സഹായിച്ചതല്ല. അത് അവരുടെ ധർമ്മമായതുകൊണ്ടാണ്. അങ്ങനെ നോക്കിക്കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ദുരനുഭവം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കിവിടെ എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സജീവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതിലുള്ള ആക്ഷേപം, അതിലുള്ള മനസ്സിലാക്കാൻ പറ്റും. അതെ, കാര്യങ്ങൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണണം. നമുക്ക് ജോലി വാങ്ങിത്തരാൻ പറ്റില്ല. അതെ, അതിന് സർക്കാർ വിചാരിച്ചാലേ നടക്കും. അതിന് ഭരണപക്ഷം തന്നെ വിചാരിച്ചാലേ പറ്റൂ. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം, നമുക്ക് വേണ്ടുന്ന പൂർണ്ണ പിന്തുണ നൽകാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭരണപക്ഷം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ജോലി വാങ്ങി തരാൻ പറ്റത്തുള്ളൂ. ന്യായമായിട്ട് കിട്ടേണ്ടുന്ന തൊഴിലാണ്. അതാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നമ്മളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഡോക്ടർ ജയരാജ്? തീർച്ചയായിട്ടും. അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മുമ്പ് പറഞ്ഞ നമ്മുടെ യുവരാജ് പറഞ്ഞ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ മണ്ഡല പുനഃക്രമീകരണത്തിൻ്റെ കാര്യം. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം തന്നെ എടുക്കാം. ഇപ്പോൾ ചാൾസ് എന്ന് പറഞ്ഞ MP എങ്ങനെയാണ് ഇവിടെ വർഷങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. തീരദേശ മേഖല മുഴുവൻ ഒരു ബെൽറ്റും അതിനുശേഷം സിറ്റിയുടെ ഒരു പാർട്ടും കൂടെ ചേരുന്നതാണ്
തിരുവനന്തപുരം മണ്ഡലം. അപ്പം സ്വാഭാവികമായിട്ടും ലത്തീൻ കത്തോലിക്കോട്ടും സമുദായ വയസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമവാക്യത്തിൻ്റെ പുറത്താണ് ഈ കോൺഗ്രസ് ഇവിടെ സ്ഥിരമായിട്ട് ജയിച്ച് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായി മാറിയത്. ഇതിൻ്റെ ഒരു വ്യത്യാസം വന്നത് പന്നിയൻ രവീന്ദ്രൻ ആദ്യമേ മത്സരിക്കുമ്പം ആ സമയത്ത് DICK എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന പന്നിയൻ രവീന്ദ്രനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും പരസ്യമായിട്ട് കെ കരുണാകരനടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പന്നിയൻ രവീന്ദ്രനെ ഇവിടെ നിന്ന് ഒരു തവണ ഇടതുപക്ഷത്തിന് പിന്നീട് ജയിച്ചിട്ടുള്ള മുമ്പുണ്ടായതൊരു വോട്ട് സ്പ്ലിറ്റിനകത്ത് PKV ഇവിടുന്ന് ജയിച്ചിട്ടുണ്ട്. അല്ലാത്തപ്പോൾ എപ്പോഴും ഇവിടുന്ന് കോൺഗ്രസ് ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് ഈ മണ്ഡല പുനഃക്രമീകരണം നടത്തുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതല്ല ഇപ്പോൾ ഒരാൾ ചെന്നിരുന്നുണ്ട്, അതായത് ഒരു മണ്ഡലത്തിൻ്റെ പുനഃക്രമീകരണം നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും അതിനകത്ത് ചെന്നിരുന്ന് അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ വേണം. ആ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മണ്ഡലം പുനഃക്രമീകരിക്കാൻ പറ്റൂ. എൻ്റെ അറിവ് അങ്ങനെയാണ്. അല്ലാതെ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ സാർ അവിടെ ചെന്നിരുന്നുകൊണ്ട് ഇങ്ങനെ വെട്ടിയിട്ട് ഈ പഞ്ചായത്ത് എടുത്ത് അവിടെ ഇടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് ലിറ്ററലി ഈസ് പോസിബിൾ ഇൻ കേരള. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അത് നടക്കില്ല. അത് ഒന്ന്. പിന്നെ രണ്ടാമത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്നെടുത്ത് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഒരു കാര്യം യുവരാജ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സർവീസ് സ്ഥാപനങ്ങളാണ്. നമ്മൾ ലാഭം ചുരത്തുന്ന വിപണന സ്ഥാനങ്ങളായിട്ടല്ല ഇതിനെ കാണുന്നത്. ഇപ്പോൾ ആതുര ശുശ്രൂഷ ധർമാശുപത്രി എന്നാണ് അതിൻ്റെ പേര്. അതിനകത്തുനിന്ന് നമ്മൾ ലാഭം എല്ലാത്തിനകത്തുനിന്ന് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അതിനൊരു ഇടിവ് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ആ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടി പലപ്പോഴും പല വിട്ടുവീഴ്ചകൾ ചെയ്യാൻ. ഇപ്പം KSRTC എന്ന് പറഞ്ഞ സംവിധാനം നമുക്കറിയാം, അത് വർഷങ്ങളായിട്ട് നഷ്ടത്തിലാണ്. എന്നാൽ പിന്നെ KSRTC അങ്ങ് അവസാനിപ്പിച്ചൂടെ, അതങ്ങ് പ്രൈവറ്റൈസ് ചെയ്തൂടെ? ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലാണെങ്കിൽ അതങ്ങ് എല്ലാം അങ്ങ് പ്രൈവറ്റൈസ് ചെയ്തൂടെ? ജയിലുകൾ പ്രൈവറ്റൈസ് ചെയ്തൂടെ? പോലീസ് ഫോഴ്സ് പ്രൈവറ്റൈസ് ചെയ്തൂടെ? വിദ്യാഭ്യാസം പ്രൈവറ്റൈസ് ചെയ്തൂടെ? അവസാനം പിന്നെ എന്തിനാണ് ഈ സർക്കാരും പ്രൈവറ്റൈസ് ചെയ്തൂടെ? പ്രൈവറ്റ് കമ്പനികൾ ഭരിക്കട്ടെ, ക്രോണി ക്യാപിറ്റലിസം ഭരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ പോവുകയും അങ്ങനെ ആ ഒരു ആംഗിൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യാനുള്ള സംവിധാനം കേരളത്തിൽ നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇതിനകത്ത് രണ്ട് വീക്ഷണകോണുകളുടെ വ്യത്യാസമാണ്, രണ്ട് രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിൻ്റെ വ്യത്യാസമാണ്. ഒന്ന് പ്രകടമായ ഒരു വലതുപക്ഷ നോക്കിക്കാണലും മറ്റേത് ഇടതുപക്ഷ നോക്കിക്കാണലുമാണ്. ഇടതുപക്ഷ നോക്കിക്കാണലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതൊലയ്ക്കുന്നതിന് പകരം ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്നാണെങ്കിലും നമ്മൾ മുണ്ടുമുറുക്കി എടുത്താണെങ്കിലും സംരക്ഷിക്കാനായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അത് ബോൾഡായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ കൊടുക്കണ്ട, നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട, പക്ഷേ കൊടുക്കും എന്ന് പറയുന്ന ഒരു ആർജവമുണ്ടല്ലോ, അത് അവരുടെ ഒരു അവകാശമായിട്ടൊന്നും അല്ല കൊടുക്കുന്നത്. അത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഒരു ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ഒരു ക്ഷേമ സ്റ്റേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നിലുണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നത്, എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരുന്നില്ല കേട്ടോ. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അത് പിന്നെ ഔദാര്യമാണ് എന്ന രീതിയിലാണ്, അത് അവകാശമല്ല. അല്ല, അവകാശമല്ല, അവകാശം എന്തായാലും അല്ല. അത് ഞാൻ നേരത്തെ ഹരീഷിൻ്റെ കാര്യത്തിൽ വ്യക്തമാക്കിയ പോലെ അവകാശമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ സഹായിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞതിനകത്ത് അതുപോലെ തന്നെയാണ് ഇവിടെ അത് ആപ്ലിക്കബിളാണ്. ഇതാണ് അതിൻ്റെ ഒരു ഈ വസ്തുതാപരമായ കാര്യങ്ങളെ നോക്കിക്കാണുന്നതിൻ്റെ രണ്ട് വ്യത്യസ്തമായ വീക്ഷണകോണുകളാണ്. അതുകൊണ്ടാണ് ഈ ലൈൻ ഡിഫറൻസ് വരുന്നത്. ഒന്ന് റൈറ്റ് പൊളിറ്റിക്സും ഒന്ന് ലെഫ്റ്റ് പൊളിറ്റിക്സും ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിലാണ്. പിന്നെ അത് ഹോൾ ഇന്ത്യ ഈസ് ഗോയിങ് ലൈക്ക് ദാറ്റ്. നമുക്ക് മാറിയുന്നുണ്ട്. ഡോക്ടർ വാട്ടബർ ഇറ്റ് മേ ബി ഈ തൊഴിലില്ലായ്മയ്ക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന ഒരു പ്രസ്ഥാനം നേരത്തെ പിന്നെ ഇദ്ദേഹം ഹരി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം കേരളത്തിന് പുറത്തു പോയിട്ട് തൊഴിലില്ലായ്മയ്ക്ക് എതിരെ സമരം ചെയ്യുന്നു. പക്ഷേ കേരളത്തിൽ ഈ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ നടത്തി വരുന്ന പ്രക്ഷോഭങ്ങൾ, സമരപരിപാടികൾ അതൊന്നും അവരെ ശ്രദ്ധിക്കുന്നേയില്ല. ആ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് പറഞ്ഞത്. ഇപ്പോഴും നാട്ടുകാർക്ക് പൊതുജനങ്ങൾക്കൊരു ധാരണ ഉള്ളതെന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തും പെൻഷൻ കൊടുത്തുമാണ് പകുതിയോളം പൈസ, അത് 3/4 സർക്കാരിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നതെന്നുള്ള കാഴ്ചപ്പാടാണ്. എന്തിനാണ് ഇത്ര ആളുകൾ സർക്കാർ സ്ഥാനത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന സേവനങ്ങളും അവരുടെ വർഷം മുഴുവൻ ഇതിനുവേണ്ടി ഈ ഒരു ചക്രം തിരിക്കുന്നതിന് ചെയ്യുന്ന സഹായങ്ങളും മറ്റ് പ്രവർത്തികളും കാണാതെ പോവുകയും അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ കൊടുക്കുന്നതിന് അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ അടുത്താണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇരിക്കുന്നത്. ഇത് നമ്മളെപ്പോഴും ഒരു കാര്യത്തിന് ഒരു ബോത്ത് സൈഡ്സ് ഓഫ് ദ കോയിൻ ഉണ്ടല്ലോ, രണ്ട് വശങ്ങളും നമ്മൾ നോക്കി കാണണം. അല്ലാതെ വൺ സൈഡഡ് ആയിട്ട് നിന്നിട്ട് അവരങ്ങനെ ശമ്പളം മേടിക്കുന്നില്ലേ, അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ലേ, ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ
എന്നൊക്കെയുള്ള രീതിയിലുള്ള താരതമ്യം എന്ന് പറഞ്ഞാൽ അത് ഗുണം ഒരിക്കലും സമൂഹത്തിന് ചെയ്യത്തില്ല, പൊതുഗുണം ഉണ്ടാകത്തില്ല, ഗ്രേറ്റർ കോമൺ ഗുഡ്സ് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്.